പ്രത്യേകിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം എബ്രായ ലേഖനത്തിൻ്റെ ഒരു മുഖവുര പറയുവാനും അതിൻ്റെ ഒന്നാമത്തെ വാക്യം തുടങ്ങുവാനുമുള്ള ഭാഗ്യം കർത്താവ് നമുക്ക് നൽകി. നമുക്കറിയാം, എബ്രായ ലേഖനം ക്രൈസ്തവ വിശ്വാസത്തിൽ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളും അടുത്തറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് പഴയ നിയമത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു പുസ്തകം ലേവ്യ പുസ്തകമാണ്. ആരാധന രീതികളെയും പൗരോഹിത്യ ശുശ്രൂഷയെയും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാകുന്നത് കൊണ്ട് പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകത്തിൻ്റെ പഠനവും ഈ പുസ്തകം മനസ്സിലാക്കുന്നതിന് വളരെ ഉപകാരപ്രദമായി തീരും. കർത്താവിന് സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട കാര്യം ഈ പുസ്തകത്തിൻ്റെ ഒരു മനോഹരമായ ഔട്ട്ലൈനാണ്. കാരണം ഇതിൻ്റെ ഓരോ കാര്യങ്ങളെയും അവതരിപ്പിച്ചതിന് ശേഷം ജീസസ് ഈസ് ഗ്രേറ്റർ എന്ന ആ വലിയ പ്രസ്താവന എഴുത്തുകാരൻ നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവൻ എന്ന ആ പ്രസ്താവന 1-ാം അധ്യായത്തിൽ മുഴുവൻ നടത്തുന്നു. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവൻ? അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ചാപ്റ്റർ 2 വരുമ്പോൾ ദൂതന്മാർക്ക് ദൈവം നൽകിയ സന്ദേശത്തെ അനുസരിക്കാതിരുന്ന ആളുകൾക്ക് ദൈവം ശിക്ഷ നൽകിയെങ്കിൽ, അല്ലെങ്കിൽ അവരെ ദൈവം കുറ്റം വിധിച്ചുവെങ്കിൽ, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ഫൈനൽ വേർഡാകുന്ന ദൈവശബ്ദത്തെ അനുസരിക്കാതിരിക്കുന്നവർക്ക് ശിക്ഷ എത്രയധികമായിരിക്കുമെന്നും, 2-ാം അധ്യായത്തിൽ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ നമുക്കിനി എങ്ങനെ തെറ്റിവഴിയാൻ കഴിയുമെന്നുള്ള ഒരു ഉപദേശമാണ്, ഒരു വാണിംഗ് ആണ് അവിടെ നൽകുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോ അധ്യായങ്ങളിലും മോശയേക്കാൾ വലിയവൻ എന്ന് പറഞ്ഞിട്ട് ഒരു വാണിംഗ് നൽകുന്നു. യോശുവയേക്കാൾ വലിയവൻ, മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം ഒരു മഹാപുരോഹിതൻ, അവൻ യാഗങ്ങളെക്കാൾ വലിയവനാണ്, ഉടമ്പടികളെക്കാൾ വലിയവനാണ് എന്ന് പറഞ്ഞ് അവസാന ഭാഗത്തിലേക്ക് ഈ പുസ്തകം എത്തിച്ചേരുകയാണ്. നമുക്കിന്ന് 7 അതിപ്രധാനമായ 7 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിൻ്റെ 7 സ്വഭാവങ്ങളെ നമുക്ക് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കാണുവാനായി കഴിയുന്നു. നമ്മൾ കാണുന്ന യേശുക്രിസ്തുവിൽ നാം കാണുന്ന 7 സ്വഭാവങ്ങൾ, അവൻ ആരാകുന്നു എന്ന് വാക്യം 2 മുതൽ നമുക്ക് വായിക്കുവാൻ കഴിയും. നിങ്ങളിൽ ആർക്കെങ്കിലും 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു തന്നു കഴിഞ്ഞാൽ ശുശ്രൂഷ അനുഗ്രഹമായിരിക്കും. ഹീബ്രൂസ് ചാപ്റ്റർ 1 വേഴ്സസ് 2 to 5. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകുക കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. മതി. 4 വരെയാണ് നമ്മൾ വായിച്ചത്. 1-ാമത്തെ കാര്യം നമ്മളിവിടെ കാണുന്നത്, ജീസസ് ഹി ഈസ് ദ കെയർ ഓഫ് ഓൾ തിങ്സ്, അല്ലെങ്കിൽ ദ ഇൻഹെറിറ്റർ. അവൻ സകലത്തിനും അവകാശിയാണ്. സകലത്തെയും അവനായി സൃഷ്ടിച്ചുവെന്നും അവൻ മുഖാന്തരം സൃഷ്ടിച്ചുവെന്നും നാം കാണുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീസസ് ഈസ് ദ റൈറ്റ്ഫുൾ ഓണർ ഓഫ് എവറിതിങ്. യേശുക്രിസ്തുവാണ് സകലത്തിൻ്റെയും ഉടമസ്ഥൻ. സകലത്തിൻ്റെയും ഉടമസ്ഥാവകാശം തൻ്റെ പുത്രന് കർത്താവ് നൽകിയിരിക്കുന്നു. അതുമാത്രമല്ല, ഓൾ ക്രിയേഷൻ ബിലോങ്സ് ടു ഹിം. അതാണ് അവിടെ കാണുന്നത്. എല്ലാ സൃഷ്ടിയും അവൻ്റേതാകുന്നു. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ യേശുക്രിസ്തു കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പ്രകൃതി നിയമങ്ങൾക്ക് അപ്പുറത്ത് യേശുക്രിസ്തുവിന് ചെയ്യാൻ കഴിഞ്ഞത്. യേശുക്രിസ്തുവിനെ
കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുക്രിസ്തു കാറ്റിനെയും കടലിനെ യേശുക്രിസ്തു ശാന്തമാക്കുന്നു. കാറ്റിനോട് യേശുക്രിസ്തു വാൺ ചെയ്യുന്നു. ഇതെല്ലാം അനുസരിക്കുന്നത് നമ്മൾ സുവിശേഷത്തിൽ കാണുകയാണ്. സോ ഓൾ ക്രിയേഷൻ ബിലോങ്സ് ടു ഹിം. അതുകൊണ്ടാണ് സാധാരണക്കാർ മുങ്ങിപ്പോകുന്ന വെള്ളത്തിൻ്റെ മുകളിലൂടെ യേശുവിന് നടക്കുവാൻ കഴിഞ്ഞത്. ഹി ഹാസ് ദി അൾട്ടിമേറ്റ് അതോറിറ്റി ആൻഡ് ഇൻഹെറിറ്റൻസ്. സകലത്തെക്കാളും യേശുക്രിസ്തുവിന് അധികാരവും അവന് അവകാശവുമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൂതന്മാർക്ക് ഇത്തരത്തിലുള്ള അവകാശങ്ങളില്ല, ഇൻഹെറിറ്റൻസ് ഇല്ല. എഫേസ് ലേഖനം 1:18 വായിക്കുന്നു, അവൻ്റെ വിളിയാലുള്ള ആശ. പുത്രൻ നമ്മെ വിളിച്ചിരിക്കുമ്പോൾ ആ വിളിയുടെ പിന്നിൽ ഒരാശയുണ്ട് എന്നും ആ ആശ എന്താണെന്നും എഫേസ് ലേഖനം നമ്മെ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മളത് പഠിച്ചു. അപ്പം സകലത്തിൻ്റെയും അവകാശിയായ പുത്രനായ യേശു ക്രിസ്തു, ദ ഇൻഹെറിറ്റർ ഓഫ് എവറിഥിങ്, കെയർ ഓഫ് ഓൾ തിങ്സ്. അതാണ് രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ സ്വഭാവം, അല്ലെങ്കിൽ അവൻ ആരാകുന്നു? അവൻ സകലത്തിൻ്റെയും അവകാശിയാണ്. രണ്ടാമത്തേത്, ഹീ ഈസ് ദ ക്രിയേറ്റർ ഓഫ് ദ വേൾഡ്. അവൻ ക്രിയേറ്ററാണ്. അവൻ ഈ ഭൂമിയെ, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവനാണ്. അത് രണ്ടാമത്തെ വാക്യത്തിലും 10ാമത്തെ വാക്യത്തിലും വായിക്കുന്നു, കർത്താവേ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. ഭൂമിയെ മാത്രമല്ല, മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കുവാൻ കഴിയാത്ത നിരവധിയായ ഈ ആകാശ മേഖലകളെ മുഴുവനും കർത്താവേ നീയാകുന്നു സൃഷ്ടിച്ചത്. അപ്പം ദ യൂണിവേഴ്സ് വാസ് മെയ്ഡ് ത്രൂ ഹിം. യോഹന്നാൻ 1:1 പറയുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെയല്ല ഉളവായത്, അവനിലൂടെ, ത്രൂ ഹിം ആൻഡ് ബൈ ഹിം എവറിഥിങ് വാസ് ക്രിയേറ്റഡ്. അപ്പം എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവനെന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൂതന്മാർ അവർക്ക് അവകാശം പറയുവാനൊന്നുമില്ല, അവരൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ പുത്രൻ, ഹീസ് ദ ഇൻഹെറിറ്റർ ആൻഡ് ഹീസ് ദ ക്രിയേറ്റർ. മാത്രമല്ല, ഹീ എക്സിസ്റ്റഡ് ബിഫോർ ദ ക്രിയേഷൻ. അവൻ സൃഷ്ടിക്ക്, അവൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈവൻ ബിഫോർ ദ ക്രിയേഷൻ ഹി വാസ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉള്ളവനാണ്, സകല സൃഷ്ടിക്കും മുമ്പേ ഉള്ളവനാണ് എന്നതുകൊണ്ട് ദൂതന്മാർ, ഏഞ്ചൽസ് ആർ ക്രിയേഷൻ, അവർ സൃഷ്ടിയാണ്. അപ്പം സൃഷ്ടിയാണോ സൃഷ്ടിതാവാണോ എന്ന ഒരു ചിന്ത ഈ എബ്രായ വിശ്വാസികളുടെ ഇടയിലേക്ക് കൊടുക്കുകയാണ്. യേശു ക്രിസ്തു അവൻ സൃഷ്ടിയല്ല, അവൻ സൃഷ്ടിതാവാണ്. നമുക്കറിയാം ഇതിൻ്റെ പശ്ചാത്തലം. യഹൂദ വിശ്വാസ ധാരയിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന പലരും ഒരു പ്രത്യേക സാഹചര്യത്തിൽ പലരും ക്രിസ്തീയ വിശ്വാസത്തെ വിട്ടുകളഞ്ഞിട്ട് അവർ കടന്നു പോവുകയാണ്. ഈ കടന്നു പോകുന്ന ആളുകൾക്ക് സത്യം എന്താണെന്ന് അറിയത്തില്ല. അവർ നോക്കിയപ്പോൾ ഈ ക്രൈസ്തവ വിശ്വാസത്തിനോട് കൂടെ യാത്ര ചെയ്ത പലരും അവരുടെ പഴയ വിശ്വാസത്തിലേക്ക് കടന്നു പോകുന്നു. അവർക്ക് പേഴ്സിക്യൂഷൻസ്, ഒത്തിരി ഉപദ്രവങ്ങൾ നേരിടുന്നു. ഈ ഉപദ്രവങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. അവരെ പള്ളി ഭ്രഷ്ടരാക്കുന്നു, അവർക്ക് കടന്നു പോകുവാൻ ഇടമില്ലാതാകുന്നു, സമൂഹത്തിൽ അവർക്ക് സ്ഥാനമില്ലാതാകുന്നു. ഇതൊക്കെ കണ്ട് ഭയന്നു നിൽക്കുന്ന ആളുകൾ ഈ വിശ്വാസത്തെ വെടിഞ്ഞ് പഴയതിലേക്ക് പോകുവാൻ ശ്രമിക്കുന്ന ആളുകളോട് അവരോട് പറയുകയാണ്, നമ്മളോടിപ്പം യേശു ദൂതന്മാരെക്കാൾ വലിയവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ട് ഒന്നും തോന്നത്തില്ല, കാരണം നമുക്കറിയാം. പക്ഷെ യഹൂദന്മാരങ്ങനെയല്ല. യഹൂദന്മാരുടെ വിശ്വാസത്തിൽ അത് ബുക്ക് ഓഫ് ആക്ട്സ് 7 വ്യക്തമായി പറയുന്നുണ്ട്, മോശയ്ക്ക് ന്യായപ്രമാണം ലഭിച്ചത് ദൂതന്മാർ മുഖാന്തരമാണെന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട്. അപ്പോൾ മോശയ്ക്ക് ന്യായപ്രമാണം ലഭിച്ചത് ത്രൂ ത്രൂ ഏഞ്ചൽസ്. മോശയ്ക്ക് ന്യായപ്രമാണം ലഭിച്ചത് ദൂതന്മാർ മുഖാന്തരമാകുമ്പോൾ ദൂതന്മാർക്ക് ഒരു വലിയ പ്ലേസ് ഉണ്ട് യഹൂദ വിശ്വാസത്തിൽ. അപ്പം അവരിൽ പലർക്കും യേശുക്രിസ്തു
ഒരു വലിയ ശക്തിയുള്ള ദൂതനാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അവർക്ക് കുഴപ്പമില്ല. ദൂതന്മാരുണ്ട്, പല ദൂതന്മാരെയും നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു ദൂതൻ്റെ കാല് കരയിലും ഒന്ന് കടലിലും ശക്തിയുള്ള ദൂതൻ, 1,85,000 പേരെ കൊന്നുകളയുവാൻ ശക്തിയുള്ള ഒരു ദൂതൻ ഇറങ്ങി കാരാഗ്രഹത്തിൽ കിടന്ന പല ആളുകളെയും, പ്രത്യേകിച്ച് പത്രോസിനെ പോലെയുള്ള ആളുകളെയൊക്കെ ദൂതന്മാരിറങ്ങി വിടുവിക്കുന്നു. അപ്പം ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നവർക്ക് പലർക്കും, അപ്പോൾ തന്നെ യഹൂദന്മാർക്കും, ഈ ഏഞ്ചലിക് വർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ആകർഷണമുള്ളൊരു കാര്യമാണ്. കാരണം ഏഞ്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പവർഫുള്ളാണ്, അവർ ശക്തിയുള്ളവരാണ്. അപ്പോൾ അവരുടെ ഇടയിൽ പലരും യേശുക്രിസ്തുവിനെ കണ്ടിരുന്നതും ഒരു പവർഫുൾ ഏഞ്ചൽ പോലെ തന്നെയായിട്ടാണ്. അവർക്ക് പിതാവിന് തുല്യനായി അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പറയുകയാണ്, എബ്രായ എഴുത്തുകാരൻ പറയുകയാണ്, ജീസസ് ഈസ് ഗ്രേറ്റർ, യേശു വലിയവനാണ്. അവൻ്റെ ഗ്രേറ്റ്നെസ് പറയുന്നതാണ് ഈ 1-ാമത്തെ അധ്യായം. അത് നാം നന്നായി മനസ്സിലാക്കണം. അപ്പം സെക്കൻഡ് വൺ ഈസ് ഹീ ഈസ് ദ ക്രിയേറ്റർ ഓഫ് ദ വേൾഡ്. അത് ചാപ്റ്റർ 1:2 അപ്പോൾ തന്നെ 1:2 1:10 നമുക്കത് കാണുവാൻ കഴിയും. എവറിതിങ് ഡിപ്പെൻഡ്സ് ഓൺ ഹിം എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. മാത്രമല്ല, ഹീ ഈസ് ലോർഡ് ഓവർ ഓൾ ക്രിയേഷൻ. അവൻ സകല സൃഷ്ടിക്കും മുകളിലുള്ള ഒരു സൃഷ്ടിതാവാം ദൈവമാണ്. 3-ാമത്തെ കാര്യം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീ ഈസ് ദ റേഡിയേറ്റർ ഓർ റേഡിയൻസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി. അതെന്താണ്? തേജസ്സിൻ്റെ പ്രഭ. ഹീ ഈസ് നോട്ട് ദ റിഫ്ലക്റ്റർ. ഈ സൂര്യപ്രകാശം ചന്ദ്രനിലടിച്ചിട്ട് ചന്ദ്രൻ ശോഭയുള്ളതായി തീരുന്നത് പോലെ പിതാവിൻ്റെ ശോഭ പുത്രനിലേക്ക് വന്ന് പുത്രൻ വിളങ്ങുകയല്ല ഇവിടെ കാണുന്നത്. ഹി ഹിംസെൽഫ് ഈസ് ദ ലൈറ്റ്. ഞാൻ വെളിച്ചമാകുന്നു. യേശു പറഞ്ഞു, ഞാൻ വെളിച്ചമാകുന്നു, ഐ ആം ദ ലൈറ്റ്. അപ്പം ഈ ദൂതന്മാർക്ക് അവര് ദൈവരാജ്യത്തു നിന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കടന്നു വന്നതിൻ്റെതായ ശക്തിയെ അവർക്ക് പ്രദർശിപ്പിക്കുവാൻ കഴിയും. അവർ പവർഫുള്ളാണ്. ഒരു ദൂതന് തന്നെ 1,85,000-ത്തിലധികം ആളുകളെ ഒരു സമയത്ത് കൈകാര്യം ചെയ്യുവാൻ കഴിയും. അതവരുടെ ശക്തിയെ കാണിക്കുകയാണ്, അതവരുടെ മൈറ്റ് കാണിക്കുകയാണ്. അതുപോലെ ദൈവത്തിൻ്റെ സന്നിധി സംസാരിച്ചു കൊണ്ടിരുന്ന മോശയുടെ മുഖം പ്രകാശിക്കുന്നു. ഇതുപോലെ ദൂതന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്കാർക്കുമില്ലാത്തൊരു കാര്യമാണ് തേജസ്സിൻ്റെ പ്രഭ. അവർക്കൊരിക്കലും അവരിൽ നിന്നൊരു പ്രകാശം അവർക്ക് നൽകാൻ കഴിയത്തില്ല. അവരെല്ലാവരും സേവകാത്മാക്കളാണ്. അവരെല്ലാം ദൈവത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരും സൃഷ്ടിയാണ്. അപ്പം നമുക്ക് ഈ സമാഗമന കൂടാരത്തിലെ ഹോളി പ്ലേസിലെ വിശുദ്ധ സ്ഥലത്തിലെ ഒരു വിളക്ക് നമുക്ക് കാണാം. ആ ലാമ്പ് സ്റ്റാൻഡ്, 7 നിലവിളക്ക് ഈ വിശുദ്ധ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് അവിടെ വെളിച്ചം ആവശ്യമാണ്. പുരോഹിതന്മാർ കടന്നു ചെന്ന് ശുശ്രൂഷിക്കുന്ന സമയത്ത് അവർക്ക് വെളിച്ചം ആവശ്യമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ വെളിച്ചം ആവശ്യമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അതിപവിത്രമായ സ്ഥലമാണ്. നിങ്ങളിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ അല്ലയോ ശരിക്കും ഈ വിളക്ക് വെക്കേണ്ടിയിരുന്നത്? എന്തുകൊണ്ടാണ് ആ വിളക്ക് അവിടെ വെക്കാതിരുന്നത്? അവിടെ കടന്നു പോകുന്നത് വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ അതിപവിത്രമായ സ്ഥലത്തേക്ക് ചെയ്യുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നു. അതാണ് അവിടുത്തെ വിളക്ക്, അതാണ് അവിടുത്തെ വെളിച്ചം. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവിടുത്തെ വെളിച്ചം. നമുക്കറിയാം, ശരിക്കും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത് കൊണ്ട് വർഷത്തിലൊരിക്കൽ സകല ജനത്തിൻ്റെയും പാപത്തിനും തൻ്റെതായ പാപത്തിനും പരിഹാരം വരുത്തതിന് ശേഷം സകല ജനത്തിനു വേണ്ടി അപേക്ഷിപ്പാനായി മഹാപുരോഹിതൻ അവിടെ കടന്നു ചെല്ലുന്നു. അവൻ ആ തേജസ്സിനെ ഒരുവന് മാത്രം കാണുവാൻ കഴിയും. എന്നാൽ നമ്മൾ നോക്കണം, കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിക്കുന്ന സമയത്ത് ദേവാലയത്തിൻ്റെ തിരശീല മുകൾ തൊട്ട് അടിവരെ കീറി
ആ അകത്തിരുന്ന ഇതുവരെ ആർക്കും ദർശിക്കുവാൻ കഴിയാതിരുന്ന, സകലർക്കും ഒരുപോലെ ദർശിക്കുവാൻ കഴിയാതിരുന്ന ആ സാന്നിധ്യം അവർക്ക് പ്രകടമായി. അപ്പൊ തിരിച്ചറിയണം, യേശു ക്രിസ്തുവിലൂടെയാണ് ഈ വെളിച്ചം സകലിലേക്കും കടന്നു വന്നത്. അപ്പം ഹീസ് ദ റേഡിയൻസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി. അത് പഴയ നിയമത്തിൽ ഷാഡോ ആയിരുന്നു. പഴയ നിയമത്തിൽ അതൊരു നിഴലും മാത്രമായി നിൽക്കുകയാണ്. അത് വർഷത്തിലൊരിക്കൽ മാത്രം കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം പുരോഹിതന്മാരോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ സാക്ഷാൽ ദൈവം സംസാരിക്കുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പൊ അങ്ങനല്ല. തൻ്റെ പുത്രൻ മുഖാന്തരം, പണ്ട് ഭാഗം ഭാഗമായിരുന്നതിനെ പുത്രൻ മുഖാന്തരം അത് വെളിപ്പെടുത്തി തരികയാണ്. അതൊരു വലിയ വെളിപ്പാടാണ്. അതാണ് നമ്മളവിടെ കാണുന്നത്. എനിക്കിനി നിഴൽ വേണ്ട. അവർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിഴലാണോ വേണ്ടത്, നിങ്ങൾക്ക് പൊരുളാണോ വേണ്ടിയത്? നിഴൽ വേണ്ടിയവർക്കൊക്കെ മടങ്ങിപ്പോകാം. നിഴലിൻ്റെ ശുശ്രൂഷക്കാരായിരുന്നു ദൂതന്മാർ. ദൂതന്മാർ നിഴലിനെ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. ഏഞ്ചൽസും പഴയ നിയമത്തിലെ ദൈവമാക്കി വെച്ചിരുന്ന വ്യക്തികളും ഓരോരുത്തരും ഈ നിഴലിൻ്റെ ശുശ്രൂഷയാണ് ചെയ്തു വന്നിരുന്നത്. എന്നാൽ കാലസമ്പൂർണതയിൽ കന്യകാജാതനായി പിറന്ന കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നത് ഒരു ഷാഡോ ആയിട്ടല്ല. അവരെന്തിൻ്റെയാണോ ഷാഡോ കണ്ടത്, ആ റിയാലിറ്റിയായി അവൻ അവരുടെ ഇടയിലേക്ക് വരികയാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇനിയും അടുത്ത കാര്യം, ഹി ഈസ് ദ റെപ്രസെന്റർ, ആൻ എക്സ്പ്രസ് ഇമേജ് or exact representation of God. ദൈവത്തെ റെപ്രസെന്റ് ചെയ്ത പലരും പഴയ നിയമത്തിലുണ്ടായിരുന്നു, പ്രത്യേകിച്ച് പുരോഹിതന്മാർ. ദൈ റെപ്രസെന്റഡ് ഗോഡ്. അവർ ചെയ്ത ശുശ്രൂഷകൾ. അതുകൊണ്ടാണ് ഈ ദൈവത്തെ ഞാൻ കഴിഞ്ഞ സഭാരാധനയിലും പറഞ്ഞു, ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്നവരെ നമ്മൾ ആ ബഹുമാനത്തോടെ, റെവറൻറ്റ്, അവരിടുന്ന ആ വസ്ത്രം, ആ രീതിയിലാണ് അന്ന് ആളുകൾ അവരെ കണ്ടുകൊണ്ടിരുന്നത്. അവർ ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ ദൈവത്തെ പുരോഹിതന്മാർക്ക് പൂർണ്ണ തോതിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അവർ ക്രിയേഷനാണ്. എന്നാൽ ക്രിയേറ്റർ ആയ പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്, ഹി വാസ് ദി എക്സാക്ട് റെപ്രസെന്റേഷൻ ഓഫ് ഗോഡ്. അതിന് ഒന്നാമത്തെ കാര്യം, ഹി ഈസ് ദി എക്സാക്ട് ഇമേജ് ഓഫ് ഗോഡ്സ് നേച്ചർ. മൂന്നാമത്തെ വാക്യത്തിൽ നമ്മളത് കാണുന്നു. അവൻ തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വേദനത്താൽ വഹിക്കുന്നവനും ആകെ കൊണ്ട് അവൻ തേജസ്സിൻ്റെ പ്രഭ, അവൻ തത്വത്തിൻ്റെ മുദ്ര. ജീസസ് റിവീൽഡ് ഗോഡ്സ് ക്യാരക്ടർ ഫുള്ളി. ദൈവത്തിൻ്റെ സ്വഭാവം ഫുള്ളി വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞ ഒരുവനേ ഉള്ളൂ. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. പഴയ നിയമത്തിൽ പലരും അവരുടെ ചില സാഹചര്യങ്ങൾ കൊണ്ട്, ദൈവമേൽപ്പിച്ച ശുശ്രൂഷ കൊണ്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷയെ അവർ ശക്തമായി വെളിപ്പെടുത്തി. പ്രവാചകന്മാർ വെളിപ്പെടുത്തി, പുരോഹിതന്മാർ വെളിപ്പെടുത്തി, രാജാക്കന്മാരിലൂടെ അത് വെളിപ്പെട്ടു. പക്ഷേ ദൈവത്തിൻ്റെ ഫുൾ ആ നേച്ചറിനെ, സ്വഭാവത്തെ വെളിപ്പെടുത്തുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അതാണ് തത്വത്തിൻ്റെ മുദ്ര. യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, ജീസസ് ഷോസ് ദ ഫാദർ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഇപ്പം യേശു പറഞ്ഞില്ല, യു വെയിറ്റ് ഫോർ ഫ്യൂ മോർ ഡേയ്സ്, ഐ വിൽ ഷോ യു. യേശു പറഞ്ഞില്ല, വെയിറ്റ് ചെയ്ത് ഞാൻ പിന്നെ കാണിക്കാമെന്നല്ല പറഞ്ഞത്. യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെയും കണ്ടിരിക്കുന്നു. അതാണ് ജീസസ് വാസ് ദി എക്സാക്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗോഡ്. യേശു പറയുകയാണ്, ഇന്ന് എൻ്റെ സ്വഭാവം അത്ര നല്ലതല്ല, അതുകൊണ്ട് നിങ്ങൾ നാളെ വാ, ഞാൻ കാണിക്കാമെന്നല്ല പറഞ്ഞത്. ഉപവാസ പ്രാർത്ഥന എടുക്കുമ്പോൾ വാ, ഞാൻ കാണിക്കാമെന്നല്ല പറഞ്ഞത്. യേശു പറയുകയാണ്, എന്നെ കണ്ടിരിക്കുന്നവരൊക്കെ പിതാവിനെ കണ്ടിരിക്കുന്നു. സോ ഇറ്റ് ഷോസ് ഗോഡ്സ് ഹാർട്ട്, വിൽ ആൻഡ് നേച്ചർ. ഹീ ഈസ് ഫുള്ളി ഡിവൈൻ. അവൻ ഭാഗികമായി ദിവ്യ സ്വഭാവമുള്ളവനല്ല, അവൻ ഫുള്ളി ഹീസ് ഡിവൈൻ. അവൻ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്ററായിട്ട് ഈ ഭൂമിയിൽ കടന്നു വന്നു. എന്നെ കാണുന്നവരെല്ലാം പിതാവിനെ കണ്ടിരിക്കുന്നു.
അടുത്ത കാര്യം നമ്മൾ കാണുന്നു, ഹീസ് എ സസ്റ്റൈനർ ഓഫ് ഓൾ തിങ്സ്. സകലത്തെയും വഹിക്കുന്നവനാണ്. നോക്കാം, നമ്മൾ കണ്ടു, അവൻ അവകാശിയാണ്, അവൻ സൃഷ്ടിതാവാണ്, അവൻ തേജസ്സിൻ്റെ പ്രഭയാണ്, അവൻ തത്വത്തിൻ്റെ മുദ്രയാണ്. ഹീസ് എ സസ്റ്റൈനർ, അവൻ സകലത്തെയും വഹിക്കുന്നവനാണ്. യേശു എങ്ങനെയാണ് ഈ സകലത്തെയും വഹിക്കുന്നു എന്ന ആശയത്തിൽ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്? തൻ്റെ വചനത്താൽ. നമുക്കറിയാം, ഏറ്റവും പവർഫുള്ളായ ഒരു വ്യക്തി ഒരു സാഹചര്യത്തെ നിയന്ത്രിക്കുന്നത് തൻ്റെ വാക്കുകൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 1 നമ്മൾ വളരെ വ്യക്തമായി കാണുന്നു, ദ വേർഡ് ബിക്കം ഫ്ലഷ്, വചനം ജഡമായി തീർന്നു. ആദ്യം ആ വചനത്തിലൂടെയാണ് എവറിഥിങ് വാസ് ക്രിയേറ്റഡ് ത്രൂ ദ വേർഡ്. വചനത്താലാണ് സകലം സൃഷ്ടിക്കപ്പെട്ടത്. അവസാനം ആ വചനം ജഡമായി തീരുകയാണ്. അപ്പം നോക്കണം, ഹി അപ്ഹോൾഡ്സ് എവറിഥിങ് ബൈ ഹിസ് പവർഫുൾ വേർഡ്. അവൻ സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. ക്രിയേഷൻ കണ്ടിന്യൂസ് ബിക്കോസ് ഓഫ് ഹിം. ഇന്നും ഈ ക്രിയേഷൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടാകുന്നത് ജസ്റ്റ് ബിക്കോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് സൃഷ്ടിയുടെ നിലനിൽപ്പ്. അത് മാത്രമല്ല, ഹി കൺട്രോൾസ് ആൻഡ് ഗവേൺസ് ദ യൂണിവേഴ്സ്. അവൻ ഭൂമിയെ നിയന്ത്രിക്കുന്നു, അവൻ ഭൂമിയെ പരിപാലിക്കുന്നു. അവനെ കൂടാതെ ഒന്നും നിലനിൽക്കുന്നില്ല. മാത്രമല്ല, ഹി ഈസ് ആക്റ്റീവ്ലി ഇൻവോൾവ്സ് ഇൻ എവറിഥിങ്. അവൻ സകലത്തിലും. അതാ യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒരു നാളും ഓർഫൻസ്, ഐ വിൽ നെവർ ലീവ് യു ഓർഫൻസ്. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ കിരീടമാകുന്ന മനുഷ്യരോടുള്ള ബന്ധത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും വിട്ടുകളയത്തില്ല, അനാഥരായി വിടുകയില്ല. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ബലഹീനരായി തീരാതിരിപ്പാൻ താൻ പുത്രനായ ക്രിസ്തു തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്കായി അയച്ചു തന്നു. ശ്രദ്ധിക്കണം, കർത്താവായ യേശു ക്രിസ്തു സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ചെയ്തത്, കർത്താവായ യേശു ക്രിസ്തു സകലത്തെയും വഹിക്കുന്നു, സകലത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത്, അവൻ ചില വിശ്വാസങ്ങളിലൊക്കെ ഗോഡ് എന്ന് പറയുന്നത് ജനറേറ്റർ, ഓപ്പറേറ്റർ, ഡിസ്ട്രോയർ, GOD, ജനറേറ്റർ, ഓപ്പറേറ്റർ, ഡിസ്ട്രോയർ. ഒരു ദൈവസങ്കല്പം സൃഷ്ടിക്കുന്നു, ഒരു ദൈവസങ്കല്പം അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നു, ഒരു ദൈവസങ്കല്പം അതിനെ ഡിസ്ട്രോയറായിട്ട് അല്ലെങ്കിൽ നശിപ്പിക്കുന്നവനായി വരുന്നു. എന്നാൽ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്, യേശു ക്രിസ്തുവിനെ പറ്റി പഠിപ്പിക്കുന്നു, ഹി ഈസ് ദ ക്രിയേറ്റർ. അവൻ സൃഷ്ടിതാവാണ്. അവൻ ഹി അപ്ഹോൾഡ്സ് എവറിഥിങ്. അവൻ സകലത്തെയും വഹിക്കുന്നവനാണ്. ഹി ഈസ് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ഓൾ തിങ്സ്. അവൻ സകലത്തെയും അവൻ വഹിക്കുന്നു. സകല കാര്യങ്ങളിലും അവൻ്റെ ഇൻവോൾവ്മെന്റ് നമുക്ക് കാണുവാനായി കഴിയുന്നു. അതാണ് നമ്മൾ ആ 3-ാം വാക്യത്തിൽ വായിച്ചത്. അത് സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെ കൊണ്ട്. അപ്പം നമ്മളിതുവരെ കണ്ടുവരുന്നത് യേശു ക്രിസ്തു ഹീസ് ഗ്രേറ്റർ ദാൻ ഏഞ്ചൽസ്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഗ്രേറ്റർ ദാൻ ഏഞ്ചൽസ്? ഏഞ്ചൽസ് ഒരു ക്രിയേഷനാണ്, സൃഷ്ടിയാണ്. എന്നാൽ യേശു ക്രിസ്തു സൃഷ്ടിതാവാണ്. അതിനുള്ള 7 കാരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 5-ാമത്തെ കാരണമാണ് ഹീ സസ്റ്റെയിൻസ് ഓൾ തിങ്, ഓർ ഹീസ് ദ സസ്റ്റെയിനർ. 6-ാമത്തെ കാര്യം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു, ഹീ ഈസ് ദി സേവിയർ ഓർ പ്യൂരിഫയർ ഓഫ് സിൻസ്. അതാണ് നമ്മൾ അടുത്ത 3-ൽ തന്നെ കാണുന്നത്. പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതിനു ശേഷം നോക്കണം, ഹി ഓഫേർഡ് ഹിംസെൽഫ് ഫോർ അസ്. ദൂതന്മാരുടെ ഇടയിൽ ദൂതന്മാർ പാപം ചെയ്ത് അവർ ലംഘനങ്ങൾ കാരണം വെട്ടിവീഴ്ത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് അവരെ രക്ഷിപ്പാൻ ഒരുവന് ചെല്ലാൻ കഴിയാതിരുന്നത്, ഇറ്റ് ഷോസ് ദി ഇന്നബിലിറ്റി ഓഫ് ദ ക്രിയേഷൻ. ഒരിക്കലും സൃഷ്ടിക്ക് മറ്റൊരു സൃഷ്ടിയെ രക്ഷിപ്പാൻ കഴിയത്തില്ല. എന്തുകൊണ്ട് യേശു ക്രിസ്തു നമ്മെ രക്ഷിച്ചു എന്ന് ചോദിച്ചാൽ, അവൻ സൃഷ്ടിയല്ല, അവൻ സൃഷ്ടിതാവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു, അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം
മഹിമയുടെ വലതുഭാഗത്ത് ഇരുന്നു. അതെന്താണ്? പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ ആലയത്തിൽ ഇല്ലാത്ത ഒരു പ്രത്യേക വസ്തുവാണ് ഇരിപ്പിടം. ദർ ഇസ് നോ ചെയർ ഇൻ ദ ടബർനാക്കിൾ. ഒരു ഇരിപ്പിടം അവിടെ ഇല്ല. കാരണം അവിടെ നിൽക്കുന്നവർക്ക് പാപത്തിന് പരിഹാരം വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തിക്കും ഇൻഡിവിജ്വലി യാഗങ്ങൾ അർപ്പിക്കണം. എല്ലാവർക്കും വേണ്ടി ഒരു യാഗം അർപ്പിച്ചൊരു പരിഹാരം അവർക്കില്ലായിരുന്നു. വാർഷികമായിട്ടത് ചെയ്യുന്നുവെങ്കിലും ഓരോ വ്യക്തിയും കടന്നു വന്ന് പുരോഹിതന ശുശ്രൂഷ, ഓരോ വ്യക്തിയും കടന്നു വരിക, അവരവരുടെ പാപപരിഹാരത്തിന് വേണ്ടി വരിക. ഇരിക്കാൻ സമയം ലഭിക്കുന്നില്ല. കണ്ടിന്യൂസ് ആയി ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നു, ഇതാ ഒരു വലിയ മഹാപുരോഹിതനെ നമ്മൾ കാണുകയാണ്. അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതിനു ശേഷം മഹിമയുടെ വലതുഭാഗത്ത് അവൻ ഇരിക്കുകയാണ്. ഇരിക്കുക എന്നത് എന്തിനെയാണ് കാണിക്കുന്നത്? ദീർഘമണിക്കൂറുകൾ നിന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ ചില സമയങ്ങളിൽ നിന്ന് കാല് കിഴയ്ക്കുമ്പോൾ അവർക്കൊരു റെസ്റ്റ് കൊടുക്കാറുണ്ട്, ഒരു ബ്രേക്ക് കൊടുക്കാറുണ്ട്. എന്ത് ബ്രേക്കാണ്? അവർക്കൊരു 30 minutes ബ്രേക്ക്. അത് റെസ്റ്റിംഗ് ടൈമാണ്. എന്നാൽ പിന്നെയും അവർക്ക് എഴുന്നേറ്റ് പോയി ചെയ്യണം. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നു, മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he accomplished his duty. അവൻ തൻ്റെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തു. അവൻ തൻ്റെ കാൽവറി മരണത്താൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. His sacrifice is complete and sufficient. അവൻ്റെ യാഗം അത് പൂർണ്ണമാണ്, അത് പര്യാപ്തമാണ്. ഇനിയും മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. നോ നീഡ് ഓഫ് റിപ്പീറ്റഡ് സാക്രിഫൈസസ്. ഇനിയും യാഗങ്ങൾ ആവർത്തിക്കപ്പെടേണ്ടുന്ന ആവശ്യമില്ല. ഹി അലോൺ പ്രൊവൈഡ് സാൽവേഷൻ. അവന് തനിയെ രക്ഷ നൽകുവാൻ കഴിയുന്നവനാണ്. സ്തോത്രം. അത് അവൻ്റെ കൃപയും അവൻ്റെ അതോറിറ്റിയും കാണിക്കുകയാണ്. ഇറ്റ് ഷോസ് ഹിസ് ഗ്രേസ് ആൻഡ് അതോറിറ്റി. ഇത് അവൻ്റെ കൃപയും അവൻ്റെ അധികാരത്തെയും കാണിക്കുകയാണ്. പ്രിയരെ, നമ്മൾ നോക്കി വരുന്നത് യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ദൂതന്മാരെക്കാൾ വലിയവൻ എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട കാരണങ്ങൾ വെച്ചാണ്. 7 കൂട്ടം കാര്യങ്ങൾ, 7 ഒരു പൂർണ്ണസംഖ്യയായിട്ട് നമുക്ക് ബൈബിൾ ഉടനീളം കാണുവാൻ കഴിയുന്നു. 7 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്നിട്ട് എന്തുകൊണ്ടാണ് യേശു ദൂതന്മാരെക്കാൾ വലിയവൻ എന്ന് ഇവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് എഴുത്തുകാരൻ മുമ്പോട്ട് പോകുകയാണ്. ലാസ്റ്റ് വൺ, ഹീസ് ദ റൂളർ. ഹീസ് ദ റൂളർ. എന്താണ്? ഹീ ഈസ് സീറ്റഡ് ഇൻ ദ പ്ലേസ് ഓഫ് ഹൈയസ്റ്റ് ഓണർ. ഏറ്റവും മഹിമയുടെ വലതുഭാഗം എന്ന് പറയുന്നത് എക്സോൾട്ടഡ് കിങ് അറ്റ് ഗോഡ്സ് റൈറ്റ് ഹാൻഡ്. ഉയർത്തപ്പെട്ട ഭയങ്കര വലിയവനായ രാജാവ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയാണ്. ഈ ചക്രവർത്തിമാരൊക്കെ ഭരിക്കുന്ന സമയത്ത് അവരുടെ ഗവർണേഴ്സ് അല്ലെങ്കിൽ അവരുടെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള രാജാക്കന്മാരെ, ഇവരെയൊക്കെ അവർ ചെയ്യുന്ന സാഹസികമായ പ്രവർത്തികൾ കൊണ്ടും ആക്രമണത്തിൽ ശത്രു രാജാക്കന്മാരെ നിഗ്രഹിച്ച് കഴിയുമ്പോൾ അവർക്ക് ഈ ചക്രവർത്തിമാരുടെ ഇരിപ്പിടത്തോട് ചേർന്നുള്ള ഒരു ഇരിപ്പിടം നൽകും. അത് കാണിക്കുന്നത് ഈ ഇരുത്തിയിരിക്കുന്ന വ്യക്തിയുടെ കഴിവിനെ കാണിക്കുകയാണ്. ദൂതന്മാരിൽ ആർക്കും ദൈവം പറയാത്ത ഒരു കാര്യമോ, ദൈവം ഏൽപ്പിക്കാത്തൊരു കാര്യമോ, ദൈവം നിയോഗിക്കാത്തൊരു കാര്യമോ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ പുത്രനെ സംബന്ധിച്ചിടത്തോളം പുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് തന്നെ പിതാവ് ഏൽപ്പിച്ച ഒരു വലിയ പ്രവൃത്തി ഈ ഭൂമിയിൽ അക്കംപ്ലിഷ് ചെയ്യുകയാണ്. പല സന്ദർഭത്തിലും അതിൽ നിന്ന് തന്നെ മാറ്റിക്കളയുവാൻ 40 ദിവസം ഉപവസിച്ചപ്പോൾ പിശാച് വന്നു. നീ ഇതൊന്നും ചെയ്യണ്ട, നീ കല്ലപ്പമാക്ക്, നീ മലയിൽ നിന്ന് എടുത്തു ചാട്, ഈ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്തു ചാട്, പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി സകല ലോകത്തിൻ്റെ മഹിമയും കാണിച്ചിട്ട് യേശുക്രിസ്തുവിനോട് എന്നെ വീണ് നമസ്കരിക്കുക. ക്രൂശീകരണത്തിൻ്റെ സമയത്ത് പോലും പിശാച് കടന്നു വന്നു.
നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാ. നമ്മൾ അവിടെ ഒക്കെ കാണുന്നത് ഓരോരോ വ്യക്തികളായിട്ടാണ്. പക്ഷെ ഇതെല്ലാം സൈറ്റാൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു, അവൻ്റെ ഓരോ പദ്ധതികളായിരുന്നു യേശുവിനെ ആ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ദൗത്യത്തിൽ നിന്ന്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മിഷനിൽ നിന്ന് നമ്മളെ പുറകോട്ട് കൊണ്ടുപോകുവാൻ നേരിട്ടൊരു കൊമ്പ് വെച്ച പിശാചായിട്ട് പിശാച് വരത്തില്ല. നമ്മൾ ഈ ഒനിഡ ടി വിയിൽ കാണുന്നത് പോലെ ഒരു രൂപമായിട്ടൊന്നും അങ്ങനല്ല വരുന്നത്. അതിന് ചിലപ്പം ചില വ്യക്തികൾക്ക് പോലും അറിയത്തില്ല അവരുപയോഗിക്കുന്ന വാക്ക് പിശാചിൻ്റെ ഒരു ഏജന്റായി അവർ പ്രവർത്തിക്കുകയാണെന്ന്. നമ്മുടെ വീടുകളിൽ പോലും നമുക്കറിയത്തില്ല, നമ്മുടെ സമൂഹത്തിൽ അറിയത്തില്ല, നമ്മുടെ കൂട്ടായ്മയിൽ അറിയത്തില്ല. ചില സന്ദർഭത്തിലെ ചില വാക്കുകളെ പിശാച് ആ തരത്തിൽ ഉപയോഗിക്കും. നമുക്കറിയാം, പത്രോസ് യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള വലിയ വെളിപ്പാട് പ്രാപിച്ച മനുഷ്യനായിരുന്നു. യേശു പത്രോസിനോട് പറയുന്നു, മാംസരക്തങ്ങൾ ജഡരക്തങ്ങൾ ഒന്നുമല്ല നിനക്കിത് വെളിപ്പെടുത്തുന്നത്, സ്വർഗസ്ഥനായ പിതാവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള വെളിപ്പാട് പീറ്റർ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു പത്രോസിന് കൊടുത്ത മറുപടി അതായിരുന്നു. ഇതേ പത്രോസിനെയാണ് അല്പസമയം കഴിയുമ്പോൾ ഗെറ്റ് അവേ സൈറ്റാൻ, എന്നെ വിട്ടുപോ സാത്താനെ എന്ന് പറഞ്ഞ് യേശു പീറ്ററിനെ ശാസിക്കുന്നത്. അവിടെ ഉപയോഗിക്കുന്നത് പീറ്റർ എന്നൊരു വ്യക്തിയോടല്ല. പീറ്ററിൻ്റെ വായിലൂടെ, പത്രോസിൻ്റെ വായിലൂടെ പിശാചിൻ്റെ അജണ്ടകൾ കടന്നു വരികയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കടന്നു പോകുന്ന സമൂഹത്തിലും കടന്നു പോകുന്ന വഴികളിലും ഇതുപോലെ ഒത്തിരി സ്ട്രാറ്റജീസ് നമ്മുടെ മുമ്പിൽ കടന്നു വരും. തന്ത്രങ്ങൾ നമ്മളെ ദൈവത്തിൻ്റെ പ്രോഗ്രാമിൽ നിന്ന് മാറ്റിക്കളയുവാൻ, നമ്മെ കൃപയിൽ നിന്ന് അകറ്റിക്കളയുവാൻ, ഇത്തരത്തിൽ കടന്നു വരുന്ന സാഹചര്യങ്ങളെ നാം തിരിച്ചറിയുവാനുള്ള കൃപയാണ് ഈ ദിവസങ്ങളിൽ പ്രാപിക്കേണ്ടത്. അപ്പം നമ്മളിവിടെ കാണുകയാണ്, ഒരു ശക്തിയുള്ള ഒരു സ്ഥാനത്ത്, മഹിമയുടെ സ്ഥാനത്ത് പുത്രനായ ക്രിസ്തു ഇരിക്കുകയാണ്. ഹിസ് വർക്ക് ഈസ് ഫിനിഷ്ഡ്. അവൻ്റെ പ്രവൃത്തി പൂർണ്ണമായി നമ്മൾ വേദഭാഗത്തിൽ കാണുന്നു. ഹി റെയിൻസ് വിത്ത് അതോറിറ്റി ആൻഡ് പവർ. അവൻ വാഴുന്നത് ശക്തിയോടും അവൻ അധികാരത്തോടു കൂടെയുമാണ്. ആൻഡ് ഹിസ് എനിമീസ് വിൽ ബി ഡിഫീറ്റഡ്. അതവിടാണ് അവിടെ കാണുന്നത്. നോക്കണം, വലതുഭാഗത്ത് പാപത്തിന് പരിഹാരം ഉണ്ടാക്കിയതിന് ശേഷം, പാപത്തിനുള്ള പരിഹാരം ഉണ്ടാക്കിയതിന് ശേഷം, ഇതുവരെ പാപങ്ങളെയെല്ലാം കവർ ചെയ്ത്, ഉദാഹരണത്തിന് പെട്ടെന്ന് മനസ്സിലാക്കേണ്ട രീതി പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമത്തിലെ യാഗങ്ങളെല്ലാം പാപത്തെ കവർ ചെയ്യുകയായിരുന്നു. കുറച്ച് അഴുക്ക് കിടക്കുന്നു, അതാരും കാണാതിരിക്കാൻ അതിൻ്റെ മുകളിലൊരു ബ്ലാങ്കറ്റ് വിരിച്ചിടുന്നു, പിന്നെയും കാറ്റടിക്കുന്നു, അഴുക്ക് പുറത്ത് വരുന്നു, പിന്നെയും. എന്നാൽ ഈ നിലത്ത് കിടന്ന പാടും അഴുക്കിനെയെല്ലാം തൂത്തുകളയുവാൻ അവർക്കൊന്നും കഴിഞ്ഞിരുന്നില്ല. അവർക്കിതിനെയെല്ലാം ഹൈഡ് ചെയ്യാനേ പറ്റുകയുള്ളൂ. പഴയ നിയമത്തിൽ ഈ ഓൾഡ് ടെസ്റ്റമെന്റ് ഷാഡോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, they were able to hide everything. എല്ലാത്തിനെയും മറച്ചു വെക്കാനുള്ള കഴിവാണ്. അത് നമ്മൾ പാപം ചെയ്ത ആദാം മുതൽ നമ്മളത് കാണുകയാണ്. പക്ഷേ നമ്മളിവിടെ കാണുന്നു, യേശു ക്രിസ്തുവിലൂടെ പാപങ്ങൾക്ക് എന്ത് ചെയ്തു? ഒരു പരിഹാരമുണ്ടായി. ഹി ഈസ് ദ എറ്റേണൽ കിങ്. അവൻ നിത്യനായ രാജാവാണ്. എന്നിട്ട് എഴുത്തുകാരൻ മുമ്പോട്ട് പോകുന്നു, ഇനിയും നമുക്കൊരു വേറെ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. നോക്കണം, വേഴ്സ് 4 വായിക്കുന്നു, ബീങ് മെയ്ഡ് ഓൺ ദ റൈറ്റ് ഹാൻഡ് ഓഫ് മജസ്റ്റി, ബീങ് മെയ്ഡ് സോ മച്ച് ബെറ്റർ ദാൻ ദി ഏഞ്ചൽസ്, as he has by the inheritance obtained more excellent name than they. They means angels. ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമം യേശുവിന് ലഭിച്ചു. അതിനെന്താണ് കാരണം? ഈ പറയപ്പെട്ട 7 കാര്യങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ അതോറിറ്റി, യേശുക്രിസ്തു സൃഷ്ടിതാവാണ്, പാപത്തിന് പരിഹാരം വരുത്തി. ദൂതന്മാർക്കാണെങ്കിൽ അവരെ പറ്റി പറയുന്നു, അവർ ക്രിയേഷനാണ്, സൃഷ്ടിയാണ്. അവർക്കൊരിക്കലും അവരെ ഏൽപ്പിക്കാത്തൊരു കാര്യമോ അവരെ നിയോഗിക്കാത്തൊരു കാര്യമോ അവർക്ക് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട്
നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ തീം ഇരിക്കണം, യേശു ദൂതന്മാരെക്കാൾ വലിയവൻ. അതാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പം പറയും 4-ാം വാക്യം, അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ശ്രേഷ്ഠനായി തീർന്നതെന്ന് ആ വാക്യം ഒന്നുകൂടെ നോക്കി. അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. വെറുതെ ഒരു പേര്, ദൂതന്മാരെക്കാൾ വലിയവൻ എന്നൊരു പേര് കിട്ടി എന്നതുകൊണ്ടല്ല, അങ്ങനെ ഒരു പേര് കിട്ടിയത് കൊണ്ടല്ല, ആ പേര് കിട്ടിയതിനേക്കാൾ അതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. എന്നിട്ട് വേഴ്സ് 5 പറയുന്നു, നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ഒരു ചോദ്യമാണ്. ഈ തീം മനസ്സിൽ കിടക്കണം. യേശു ഹീസ് ഗ്രേറ്റർ ദാൻ ഏഞ്ചൽസ്. എന്നിട്ട് ചോദിക്കുകയാണ്, പുത്രനായ ക്രിസ്തുവിന് ലഭിച്ച നാമം വെറുതെ കിട്ടിയ നാമമല്ല, അവൻ ശ്രേഷ്ഠനാണ്. അവൻ്റെ പവർ, അവൻ്റെ മജസ്റ്റി, ഹീ ഈസ് സിറ്റിംഗ് അറ്റ് ദി റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ്. എന്നിട്ട് പിന്നെ പറയുകയാണ്, 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എന്നെങ്കിലും ദൂതന്മാരോട് ഇങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ, നീ എൻ്റെ പുത്രനെന്നും. ആ വാക്യം നിങ്ങൾ നോക്കണേ. ദൂതന്മാർക്ക് പുത്രന്മാരെന്ന് പേര് കിട്ടിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ ദൈവപുത്രന്മാർ എന്നാണ് ഏഞ്ചൽസിനെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? നീ എൻ്റെ പുത്രൻ. നമുക്കറിയാം, ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യന്റെ പുത്രന്മാരും എന്നുള്ള പ്രയോഗം നമ്മൾ ജെനസിസിൽ കാണുന്നു. ദൈവത്തിന്റെ പുത്രന്മാർ, ദൈവത്തിന്റെ പുത്രന്മാർ, ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് കൊടുത്തിരിക്കുന്നത് സൺസ് ഓഫ് ഗോഡ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നു, എന്നെങ്കിലും ദൈവം ദൂതനോട് നീ എൻ്റെ പുത്രൻ. യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന പേര് ഹി ഈസ് ദി ഓൺലി ബിഗോട്ടൻ സൺ. അവൻ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ്. ദൂതന്മാരെ പറ്റി പറയുമ്പോൾ ബഹുവചനത്തിലാണ് പറയുന്നത്, പുത്രന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിന് വ്യത്യാസം, നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അത് പിന്നെ ആരോടാണ് അരുളി ചെയ്തിരിക്കുന്നത്? പുത്രനായ ക്രിസ്തുവിനോട് തന്നെ. ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഏഞ്ചൽസ് ഭൂമിയിലേക്ക് അയക്കപ്പെടുമ്പോൾ അവരെ വർഷിപ്പ് ചെയ്യണമെന്ന് ദൈവം എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷേ തൻ്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ സകലരും അവനെ ആരാധിക്കണമെന്ന് ഉള്ളൊരു വ്യവസ്ഥതയുണ്ട്. എന്താണ് കാരണം? അത് പിതാവുമായി ഈക്വലി, പിതാവിൻ്റെ സന്നിധിയിൽ സകല മഹിമകളുമുള്ളവനായിരുന്ന, അതാണ് നമ്മൾ ഫിലിപ്പേ ലേഖനം 2:5 പറയുന്നു, ലെറ്റ് ദിസ് മൈൻഡ് ബി ഇൻ യു വിച്ച് വാസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. യേശു ക്രിസ്തുവിലുള്ള അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ. അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ പുത്രനായ ക്രിസ്തു ദൈവത്തോട് സമനായിരുന്നു, ഈക്വൽ വിത്ത് ഫാദർ, ദൈവത്തോട് കൂടെ തന്നെയായിരുന്നു. എന്നാൽ ആ മഹിമകളെ വെടിഞ്ഞ് താഴെ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവനെ നമസ്കരിക്കണം. ആ വാക്യം നിങ്ങൾ നോക്കണേ. ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവം സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് അരുളി ചെയ്യുന്നു. ആരാണ് നമസ്കരിക്കേണ്ടത്? ദൂതന്മാർ നമസ്കരിക്കണം. ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന ആരാധനയായി യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ ആരാധന തീരുവാൻ കാരണം, നമ്മളെ വീണ്ടെടുത്തത് സാധാരണ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെയോ പക്ഷിയുടെയോ രക്തം കൊണ്ടല്ല. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമ്മളിവിടെ കാണുന്ന ആഴമുള്ള ഭാഗം, ദൂതന്മാർ
വർഷിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തുകാരൻ അവതരിപ്പിക്കുന്നു ജീസസ് ഈസ് ഗ്രേറ്റർ ദാൻ ഏഞ്ചൽസ്. നോക്കണം, അവൻ കാറ്റുകളെ, വേഴ്സ് 7, അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നുവെന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. ദൂതന്മാരെ കുറിച്ച് എന്താണ് പറയുന്നത്? ആൻഡ് ഓഫ് ദി ഏഞ്ചൽ ഹി സെയ്സ് who makes his angel spirit and the ministers a flame of fire. ദൈവം ദൂതന്മാരെ തൻ്റെ ശുശ്രൂഷകന്മാരും ഫയറിനെ, ഇംഗ്ലീഷിൽ ആ വാക്ക് നോക്കണേ, മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന പോലെയല്ല, അതിൻ്റെ പ്രത്യേകിച്ച് ആ വാക്യം നമ്മൾ ഇംഗ്ലീഷിലാണ് അതിന് അർത്ഥം ആഴത്തിൽ നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾ നോക്കണമേ, ആൻഡ് ഓഫ് ദി ഏഞ്ചൽ ഹി സെയ്സ് who makes his angels spirits and his ministers a flame of fire. ആ വാക്ക് കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നുവെന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. ഇവിടെ പുത്രനെ പറ്റി പറയുന്നത്, പുത്രനെ ദൂതന്മാർ ശുശ്രൂഷിക്കുന്നു. ദൂതന്മാരെ പറ്റി പറയുന്നു, ദൂതന്മാരെ കുറിച്ച് അഗ്നിജാലയെ ശുശ്രൂഷകന്മാരാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. അവർക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മേഖലകളുണ്ട്, അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നൽകിയിട്ടുണ്ടെന്നാൽ ദൂതന്മാരെ പറ്റി പറയുന്നു. ദൂതന്മാർ ആരെ ആരാധിക്കണം? അവർ സേവകാത്മാക്കളാണ്, അവരൊരു മിനിസ്ട്രിക്ക് വേണ്ടി അയക്കപ്പെടുന്നവരാണ്. അവർക്കൊരിക്കലും പുത്രനേക്കാൾ വലിയ ഒരു പദവിയിലേക്ക് എത്തുവാൻ കഴിയത്തില്ല. കാരണം മാറി പറയുന്നു, അവർ പുത്രനെ നമസ്കരിക്കണം. എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം? നമ്മളിപ്പോൾ ചോദിക്കും, ആർക്കും ചോദിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, എന്ത് കാരണം കൊണ്ട് ദൂതന്മാർ യേശുവിനേക്കാൾ വലിയവനാണ്? എന്ത് കാരണം കൊണ്ട് ദൂതന്മാർ യേശുവിനെ ആരാധിക്കണം? അവരെല്ലാവരും ഉള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൂതന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പവർഫുള്ളായ മിനിസ്റ്റേഴ്സാണ്. അപ്പം യേശു ക്രിസ്തു കടന്നു വന്നതും അങ്ങനെ ഒരു സുപ്പീരിയർ ഏഞ്ചലായിട്ടാണ് എന്നൊരു വിശ്വാസം ഈ യഹൂദ വിശ്വാസികളുടെ ഇടയിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കുമ്പം യേശു ദൈവമാണെന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലൊന്നും ഒരു പ്രശ്നമല്ല. ജീസസ് ഈസ് ഓൺലി ദി സേവിയർ എന്ന് പറയുമ്പോഴാണ് വിഷയം വരുന്നത്. യേശു മാത്രമാണ് രക്ഷിതാവ്. അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ദേ ബിലീവ് ഇൻ അക്കോമഡേഷൻ. അവർക്ക് പല മതവിശ്വാസങ്ങളുണ്ട്, അതിലെ ഒന്നായിട്ട് അവർക്കതിനെ സ്വീകരിക്കാൻ കഴിയും. യഹൂദന്മാർക്കും യേശുക്രിസ്തുവിനെ ഒരു പ്രവാചകനായിട്ടോ അല്ലെങ്കിൽ ദൂതന്മാരിൽ ശക്തനായിട്ടൊരാളായിട്ടോ കാണാം. പക്ഷെ ഒരു സൃഷ്ടിതാവാം ദൈവമായിട്ടും വീണ്ടെടുപ്പുകാരനുമായി കാണാൻ കഴിയാതിരുന്നപ്പോൾ യേശുക്രിസ്തു ആരാണ് എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന അതിമനോഹരമായ ഒരു പുസ്തകത്തിൻ്റെ ഭാഗമാണ് എബ്രായ ലേഖനം. സ്തോത്രം. അവിടെ നമ്മൾ കാണുകയാണ്, പുത്രനോടോ, ദൂതന്മാരോട് പറയുന്നത് കഴിഞ്ഞിട്ട് പറയുക, പുത്രനോടോ, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നോക്കണം, ദൂതന്മാരോട് അരുളി ചെയ്തു പുത്രനെ നമസ്കരിക്കണം. പുത്രനെ വിളിക്കുന്നു, ദൈവമേ നിന്റെ സിംഹാസനം, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ ആകുന്നു. അപ്പൊ നോക്കിക്കേ, പുത്രനോട് ദൂതന്മാരോട് പറയുന്നു നിങ്ങൾ പുത്രനെ നമസ്കരിക്കണം. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി, നിങ്ങൾ സേവകാത്മാക്കളായി നിങ്ങൾ ആ ഡ്യൂട്ടി ചെയ്യണം. എന്നാൽ പുത്രനോട് അരുളി ചെയ്യുന്നു. പുത്രനോട് അരുളി ചെയ്യുമ്പോൾ കർത്താവ് പറയുന്നത് ലോർഡ് എന്ന പ്രയോഗമാണ്. ഒരിക്കലും ഏഞ്ചൽസിനെ ലോർഡ് എന്നൊരു പ്രയോഗത്തിൽ നമ്മളവിടെ കാണുന്നില്ല. അപ്പം അത് എഴുത്തുകാരൻ പറയുകയാണ്, ദൂതന്മാരെക്കാൾ വലിയവനെന്ന് പറഞ്ഞു വരുമ്പോൾ പറയുകയാണ്, കർത്താവെ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു.
അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്ന് പറയുന്നു. പുത്രനെ പറ്റി പറയുകയാണ്. എന്താണ് പുത്രനെ പറ്റി പറയുന്നത്? പുത്രനെ പറ്റി പറയുകയാണ്, ദൈവമേ നിന്റെ സിംഹാസനം, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, മാറ്റമില്ല. ഏഞ്ചൽസിനെ സൃഷ്ടിച്ചു, അവരിൽ ചിലർക്ക് അവരുടെ ഇരിപ്പിടം നഷ്ടപ്പെട്ടു. പക്ഷെ ഇവിടെ പുത്രനോട് പറയുകയാണ്, നിന്റെ സിംഹാസനം മാറ്റമില്ലാത്തതാണ്. മാത്രമല്ല, നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൾ നേരുള്ള റൈച്ചസ് ആണ്. നീ ദൈവം ഒരിക്കലും അനീതിക്ക് കൂട്ടു നിൽക്കുന്നവനല്ല. അത് പറയുന്നു. അടുത്ത വാക്യം അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. നീ നീതി ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദുഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും. ഇതെല്ലാം പ്രവചനാത്മാവിൽ സങ്കീർത്തനത്തിലൂടെയും പഴയ പ്രവാചകന്മാരിലൂടെയും ദൈവാത്മാവ് അരുളി ചെയ്തതാണ്. അവ നശിക്കും. കർത്താവെ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. പുത്രനെ പറ്റി പറയുകയാണ്. ഏഞ്ചൽസ് സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ആകാശം സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടിയിൽ സൃഷ്ടിതാവാം ദൈവമായി നിലകൊണ്ടവനാണ് പുത്രനായ ക്രിസ്തു. ഇത് യഹൂദ സമുദായത്തിൽ നിന്ന് കടന്നു വന്നവരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. യഹൂദന്മാർ പിന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും അതിനു മുമ്പ് പുത്രനായ ക്രിസ്തു അവിടെ ഉണ്ട് എന്നും പുത്രനായ ക്രിസ്തുവിലൂടെയാണ് സകലതും സൃഷ്ടിക്കപ്പെടുന്നുവെന്നും അവിടെ കൊടുത്തിരിക്കുന്നു. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? നോക്കണം, 110 സങ്കീർത്തനം 110:1 അത് കാണുന്നത്. ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ഉള്ള സങ്കീർത്തന ഭാഗത്തെ കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്. ശത്രുക്കളെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ഏതെങ്കിലും ഒരു ദൂതനോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഫാദർ ഈസ് ടെസ്റ്റിഫൈങ് ദ സൺ. പിതാവ് പുത്രനെ പറ്റി സാക്ഷീകരിക്കുകയാണ്. അത് പുതിയൊരു കാര്യമല്ല. ഈവൻ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്, പഴയ നിയമത്തിലും അവർ പറയുകയാണ്, ഇത് പുത്രൻ എന്നാ ഇപ്പം വന്നപ്പെടണോ? പുത്രൻ വന്നപ്പോഴല്ല, ഇത് സങ്കീർത്തനത്തിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും പ്രവാചകന്മാർ മുഴുവനും കണ്ട ഒരു വലിയ കാര്യമാണ്. അപ്പോൾ എഴുത്തുകാരൻ പറയുക, ഞാനൊരു പുതിയ കാര്യം നിങ്ങളെ പഠിപ്പിക്കുകയല്ല, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് ദൈവം ആത്മാവിൽ വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ്. അത് ഞാൻ നിങ്ങളെ അറിയിക്കുക അത്രേ ചെയ്യുന്നത്. ഇപ്പോൾ എഴുത്തുകാരൻ കുറെ കൂടെ മുമ്പോട്ട് പോകുന്നു. ആരോടെങ്കിലും, ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവർ ഒക്കെയും രക്ഷ പ്രാപിക്കുവാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? അവരൊക്കെയും രക്ഷ പ്രാപിക്കുവാനുള്ളവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഓരോ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ടവരാണ്. ആർക്ക് വേണ്ടിയുള്ള ഡ്യൂട്ടി? രക്ഷ, പുത്രനായ ക്രിസ്തു വെച്ചിരിക്കുന്ന രക്ഷ പ്രാപിക്കുവാനുള്ള അനവധി ആളുകൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവമാക്കി വച്ചിരിക്കുന്നവരാണ് ഈ ഏഞ്ചൽസ്. അപ്പൊ നമ്മൾ 1-ാം അധ്യായത്തിൽ കണ്ടു, ദൈവം തൻ്റെ പുത്രനെ ആക്കി വച്ചിരിക്കുന്നതും ദൂതന്മാരെ ആക്കി വച്ചിരിക്കുന്നതും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ആളുകൾ പുത്രനാരാണെന്നും ദൂതന്മാരാരാണെന്നും അറിയാതെ പോയ ആളുകൾക്ക് 1-ാം അധ്യായം മനോഹരമായൊരു വിവരണം നൽകുകയാണ്. അതിതാണ്, പുത്രൻ ദൂതന്മാരെക്കാൾ വലിയവനാകുന്നു. കാരണം 7 പ്രധാന കാരണങ്ങൾ താൻ പറഞ്ഞതിന് ശേഷം ചോദിക്കുകയാണ്, ദൂതന്മാരെ എന്തിനാണ് ആക്കി വച്ചിരിക്കുന്നത്? അവർ സേവകാത്മാക്കളാണ്. അവരോടെന്തെങ്കിലും ദൈവം ഏതെങ്കിലും ഈ പറയപ്പെടുന്ന കാര്യത്തിൽ പുത്രനോട് സംസാരിച്ചതുപോലെ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. വലതുഭാഗത്തിരിക്കുക എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരൊക്കെയും രക്ഷ പ്രാപിക്കുവാനുള്ളവരുടെ സേവകാത്മാക്കളാകുന്നു. പ്രിയരെ, ഈ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ വചനത്തിലൂടെ തരുന്ന ഒരു സന്ദേശം, നമുക്ക് നിഴലായിരുന്ന ഒരു സമയമുണ്ട്. ക്രിസ്തു നിഴലായി ഭൂമിയിലുണ്ടായിരുന്ന ഒരു സമയമുണ്ട്. അന്നല്ല നാം ജീവിച്ചത്. അവൻ പൊരുളായി വന്ന്
ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ താണഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മെ വീണ്ടെടുപ്പാൻ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചു. ആ മരിച്ച കാൽവറി ക്രൂശിലെ കാൽവറി മരണത്തെ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിയുവാനും, അപ്പോൾ തന്നെ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടവനാണെന്നുമുള്ള തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലേക്ക് വചനത്തിലൂടെ ലഭിക്കുവാൻ പല രാജ്യങ്ങളിലും പല ഇടങ്ങളിലുമായിരുന്ന നമ്മെ കർത്താവ് അതിനായി ഒരുക്കി. ഇന്ന് രാത്രികാലം ഈ കൂട്ടായ്മയുടെ ഈ അനുഭവം, ഈ ബൈബിൾ സ്റ്റഡിയോടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുമ്പോൾ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ ഞാൻ പറയട്ടെ, അവൻ സകലത്തിനും അധികാരിയാണ്. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊന്നും കർത്താവ് അറിയാതുള്ള സാഹചര്യങ്ങളല്ല. ഹി നോസ് എവറിഥിങ്. അവൻ സകലത്തെയും അറിയുന്നു. അവൻ സകലത്തെയും തൻ്റെ ശക്തിയുള്ള കരങ്ങൾ കൊണ്ട് വഹിക്കുന്നവനാണ്. പ്രിയരെ, ഇന്ന് രാത്രികാലം ഈ കേട്ട വചനത്തിന് മുമ്പാകെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചന പഠനത്തിന് മുമ്പാകെ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ വിലയേറിയ സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഈ ശുശ്രൂഷയെ ഈ സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ചായിരുന്നു കൊണ്ട് പ്രാപിപ്പാൻ കർത്താവ് സഹായിച്ചു. ഇതിനുശേഷം കർത്താവെ പല സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് വീക്ഷിക്കുന്ന നിന്റെ മക്കളുണ്ട്. ആരെങ്കിലും അവർ പ്രയാസത്തിലൂടെയോ ബുദ്ധിമുട്ടിലൂടെയോ ഇനി എന്താണ് നാളെ എന്നറിയാതെ ഭാരപ്പെടുന്നവരായിട്ടുണ്ട് എങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവെ അവരിലേക്കും അവിടുത്തെ ശക്തി അങ്ങ് അയക്കണമേ. സമാധാനവും വിടുതലും നൽകണമേ. അങ്ങ് സകലത്തിൻ്റെയും സൃഷ്ടിതാവായ ദൈവമെന്നും അങ്ങ് സകലത്തെയും തൻ്റെ ശക്തിയുള്ള കരങ്ങൾ കൊണ്ട് വഹിക്കുന്നുവെന്നും വചനത്തിലൂടെയുള്ള വെളിപ്പാട് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഈ വചന പഠനത്തെ അവിടുത്തെ കരത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ വീണ്ടും ആഴമായ ദൈവവചനം പഠിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ മാനമഹത്വവും അങ്ങയ്ക്ക്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ.